ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മലയാള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ ഗൗരിമോൾ ഓടി വന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നമ്മുടെ വിക്രത്തെ. ആ വിക്രത്തിൻ്റെ കയ്യിലേക്ക് എത്തിയൊക്കെ വെച്ച് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു രാക്ഷസൻ്റെ ലുക്കിലാണ് മോള് കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ വിക്രത്തിന് ചായയും കൊണ്ടേ കൊടുത്ത വേലക്കാരി അവർ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ദേ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടുത്തെ ജോലി കാര്യങ്ങളും ഇതൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ജോലിക്കാരാകുമ്പോൾ അപ്പം കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുണ്ടാവുമല്ലോ. അതാ ഞാനിങ്ങനെ പറയുന്ന കേട്ടോന്നും പറഞ്ഞ് മലയാളത്തിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ മോളുടെ മെസ്സേജ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേലക്കാരി അത് തുറന്ന് നോക്കി. അപ്പോൾ ഇവിടുത്തെ ഗൗരിക്കുട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ തുറന്ന് നോക്കുക. ഗൗരിക്കുട്ടി അപ്പോൾ സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ തരുൺ സാർ ഉണ്ടാക്കി കൊടുത്തതാ, 1K ഫോളോവേഴ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അത് കാണിക്കുന്നു വിക്രത്തെ. അപ്പോൾ വിക്രം അത് നോക്കുന്നു. അപ്പോൾ ഹായ് ഗൈസ്, കുട്ടികൾക്കുള്ള സാധനങ്ങൾ കട്ട് തിന്നുന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇന്ന് മോള് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിക്കുട്ടി അത് കാണിച്ചു കൊടുക്കുന്നു. അതായത് ആ ഒരു പാലിടുന്ന പൊടി ആ വേലക്കാരി കട്ട് തിന്നു വെച്ചാൽ. അപ്പോൾ അതേ വേലക്കാരി അത് കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പണി പാളിയെന്ന് അതിന് മനസ്സിലായി. ഈ സമയത്ത് വിക്രം ഇത് കണ്ടു. വിക്രത്തിനും ചിരി വരിക. വിക്രം നിന്ന് ചിരിക്കുക കേട്ടോ. പണി തന്നല്ലോ എന്നും പറഞ്ഞ് നിൽക്കുവാണ്. ആള് കൊള്ളാമല്ലോ, അയ്യോ അത് പിന്നെ ഞാൻ വെറുതെ അവളെടുത്ത് ഇങ്ങനെ ഒരു തമാശയൊക്കെ കാണിച്ചിടുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി അത് മേടിച്ച് വിക്രത്തിൻ്റെ അടുത്തുനിന്ന് ജീവനും കൊണ്ട് ഓടി. ആ സമയത്ത് പിന്നെ അകത്തേക്ക് ചെല്ലും. അപ്പോൾ നമ്മുടെ മോളിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഗൗരി മോളെ വാ എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗൗരി അങ്ങോട്ട് മോളത് പോസ്റ്റ് ചെയ്തോ? ഇല്ല, അച്ഛനോട് പോസ്റ്റ് ചെയ്ത് തരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട ബേബി, സാററിഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ അങ്ങനെയൊന്നും എൻ്റെ അച്ഛനോടൊന്നും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറയുന്നു ഗൗരി മോളെ ഞാൻ കാല് പിടിക്കാം, എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ഉറപ്പ് തരാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, മോള് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി മേലിൽ എനിക്ക് പാലും പൊടിയും കലക്കി തരാൻ പാടില്ല എന്ന് മോള്. അയ്യോ അച്ഛമ്മ ചോദിച്ചാലോ? തന്നു എന്ന് പറയണമെന്ന് ഗൗരി മോള്. അയ്യോ എന്നോട് ചോദിച്ചാൽ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞോളാം. അപ്പം മോൾക്ക് കഴിക്കാൻ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിച്ചോളാം, പാൽ എനിക്ക് ഇഷ്ടമല്ല, അതാണ് ഗൗരി മോള്. അപ്പോൾ വാങ്ങുന്ന പാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് കഴിച്ചോ, എനിക്ക് വേണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതേ മോളെ അത് പിന്നെ വേണം, അല്ലെങ്കിൽ ഞാനിത് ഇപ്പം അച്ഛനെ അറിയിക്കും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഇനി മുതൽ മോള് കുടിച്ചെന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. എന്നാൽ പിന്നെ ശരി, എന്നാൽ ആൻറ്റി പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗരി മോൾ അതിൽ സക്സസ് ആയി. പിന്നെ കാണിക്കുന്ന തരുൺ റെഡിയായി. പിന്നെ മോളോട് റെഡിയായി എന്ന് ചോദിച്ചു. അപ്പോൾ മോളും വന്നു. നമുക്ക് ഇറങ്ങിയാലോ? എങ്ങനെയാ അച്ഛൻ നമ്മളിപ്പോൾ ഇറങ്ങണേ? എൻ്റെ ബാഗ് എടുക്കണ്ടേ എന്ന് ഗൗരി മോള്. അതൊക്കെ അച്ഛനെടുക്കാം, എന്താ? അതൊന്നും പോരാ, അയാൾ എന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അത് വേണം മാത്രമല്ല ദേ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ത്? അത് എന്താണെന്നൊന്ന് പറഞ്ഞ്. എനിക്കിന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ എന്തിന്? അതെ, എൻ്റെ ബോഡി ഗാർഡായി വരുന്ന ആളല്ലേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണ്ടേ എന്ന് ഗൗരിമോള് ചോദിക്കാം. അച്ഛൻ ചെന്ന് അയാളോട് വരാൻ പറ, ഞാൻ അപ്പോഴേക്കും ചോദ്യങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെക്കട്ടെ നമ്മുടെ ഗൗരിമോള്. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുക. അതിൽ ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഗൗരിമോള് ശരിക്കും വിക്രത്തിന് പണി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ വിക്രം കയറി വരുന്നതും ബബിൾസിൽ തെന്നി വീഴുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഭാവനയിൽ ഗൗരിമോള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലയിൽ കയറി ആശാത്തി എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വിക്രം പുറത്തിരിക്കുവാണ്. അപ്പോൾ അതെ ഞാൻ ഇറങ്ങാം കേട്ടോ വിക്രം. വിശ്വം അവൾ ചിലപ്പോൾ ദേഷ്യവും പിണക്കമൊക്കെ കാണിക്കും, തുടക്കമല്ലേ, ഹാല് ചെയ്തോളണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല സാർ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മോളെ നന്നായിട്ട് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ വിക്രം പറഞ്ഞു. അപ്പോഴേക്കും മോള് വിളിച്ചത് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തരുണിന് പോകാനുള്ള വണ്ടിയൊക്കെ വന്നു. വിക്രം അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ എന്താ സാറെന്ന് ചോദിച്ചു വേലക്കാരി. അല്ല മോളുടെ മുറി ഏതാന്ന് ചോദിച്ചു. അപ്പോൾ അതാ ആ കാണുന്നതാന്ന് പറഞ്ഞ് മുറി കാണിച്ചു കൊടുത്തു. വിക്രം മുറിയിലേക്ക് ചെല്ലുക. ഡോറിൽ മുട്ടുന്നു. ആരാ അത്? മാലാഖ. അപ്പോൾ എന്തിനു വന്നു? അപ്പോൾ എഴുത്തും കൊണ്ട്. എന്തെഴുത്ത്? തലയിലെഴുത്ത്. എന്ത് തല? മുട്ടത്തല. എന്ത് മുട്ട? കോഴിമുട്ട. എന്ത് കോഴി? പൂവൻ കോഴി. എന്ത് പൂവൻ? കാട്ടുപൂവൻ. എന്ത് കാട്? പട്ടിക്കാട്. എന്ത് പട്ടി? പേപ്പട്ടി. അങ്ങനെ അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മോൾക്ക് അതങ്ങ് ഇഷ്ടമായി. അപ്പോൾ ഡോറ് തുറന്നോളാൻ പറഞ്ഞു.
അങ്ങനെ നമ്മുടെ വിക്രം മുറിയിലേക്ക് കയറിയപ്പോഴത്തേക്കും അതിൽ തെന്നി കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിക്രം തെന്നി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്തേ കാണിച്ച് ഞാൻ ശരിക്കും വീണേനെ എന്ന് വിക്രം ഗൗരിമോളോട് പറയുക. അപ്പോൾ നിങ്ങളാണല്ലേ മിസ്റ്റർ ബിജിയോ ബോഡി ഗാർഡ് എന്ന് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യാനൊന്നും നോക്കരുത്. ആര് പറഞ്ഞു? ഒരിക്കലും ഇല്ല, കൺട്രോൾ ചെയ്യാനേ നോക്കില്ല. അങ്ങനെ നമ്മുടെ ഗൗരിമോള് ഈ കുട്ടികളെ കുപ്പിയിലാക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗരിമോള് ചോദിക്കുമ്പോൾ പിന്നെന്താ കുപ്പിയും എടുക്കുക, ഞാൻ സഹായിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടെ ഗോളികൾ മുഴുവൻ എടുത്ത് വെക്കുക. പിന്നെ എന്തൊക്കെയാണോ ഗൗരിമോൾക്ക് വേണ്ടത് അതെല്ലാം വിക്രത്തോട് പറയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗരിമോളും വിക്രവും കൂടി ഒരുപാട് സംസാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ വിക്രവും കുഞ്ഞും കൂടി സ്കൂളിലേക്ക് പോവുകയാണ്. അതായത് വിക്രം കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റി വിട്ടു, വണ്ടി പോണു, പിന്നെ നമ്മുടെ വിക്രവും പോണു. അങ്ങനെ അവർ പോകുന്നതെല്ലാം അമ്മ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വിക്രം ഒരു കാവലാളായിട്ട് ആ സ്കൂളിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തരുണിൻ്റെ ഫോൺ വരുന്നു വിക്രത്തിന്. താൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ സ്കൂളിന് പുറത്തുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ മോളുടെ സുരക്ഷയ്ക്കായിട്ടേ ഒരാൾ കാവലിരിക്കും എന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ടുണ്ടെന്നും താൻ കുറച്ച് കഴിഞ്ഞ് അവരെ പോയെന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കാണാം. അപ്പോൾ എപ്പോഴും കൺവെട്ടത്ത് തന്നെ താൻ ഉണ്ടാവണം, കേട്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും സാർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ വിളിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗരിമോള് സ്കൂളിൽ നിന്ന് പഠിക്കുക. അപ്പോൾ കൂടെയുള്ള പിള്ളേരെയൊക്കെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ടീച്ചർ ചോദിച്ചു എന്താണ്? ഒന്നുമില്ല ടീച്ചർ. പിന്നെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മുടെ ഗൗരിമോള് ഇങ്ങനെ പുറകോട്ട് ബാക്കോട്ട് തിരിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നു. തരുൺ സാറ് ഒരാൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ കാപ്പി അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അയ്യോ അതൊന്നും വേണ്ട മാം. അപ്പോൾ KGയിലെ സ്വാതി ടീച്ചറോട് വരാൻ പറഞ്ഞു. അവിടുത്തെ സ്റ്റാഫിനെ പറഞ്ഞു. വിശ്വന്നാണല്ലേ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ മുഴുവൻ സമയത്തും പുറത്ത് കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിവിടെ പതിവുള്ള കാര്യമല്ല എന്നാ മേഡം പറഞ്ഞു. അതുമാത്രമല്ല ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ധ്വനി അതിലുണ്ട് താനും എന്നാ മേഡം പറയുക. പിന്നെ തരുൺ സാർ അത്രത്തോളം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ എന്നാ മേഡം വിക്രത്തോട് പറയുന്നു. അപ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. സ്കൂളിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ അങ്ങനെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അതാണ് അവർ മുന്നിൽ കണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ജോലിയിൽ DYSP തരുൺ സാറിൻ്റെ മകളാണെന്നുള്ളത് തന്നെ. പിന്നെ എന്നെപ്പോലെ ഒരാൾ കൂട്ടുവരാനും പോകാനും ഏൽപ്പിച്ചിരിക്കുന്നത് സാറിൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം മേഡത്തിനോട് നമ്മുടെ വിക്രം പറയാം. എത്ര വലിയ ഉയരത്തിലുള്ള ആളാണെങ്കിലും സ്വന്തം മക്കളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് ആടിപ്പോവുമല്ലോ മേഡം എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മേഡവും വിക്രവും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം അങ്ങ് പുറത്തേക്ക് പോയി. പിന്നെ നമ്മുടെ ഗൗരിക്കുട്ടിയുടെ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇയാളെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളും പോലീസ് തന്നെ ആയിരിക്കും എന്നാണ്. പോലീസിലുള്ള ഒരാൾ മേലധികാരിയുടെ മോളെ നോക്കാൻ നടക്കുമോ? ചിലപ്പോൾ ഇതിൻ്റെ മറവിൽ വേറെ വല്ല അന്വേഷണത്തിലും ആണോ എന്നൊക്കെ അറിയാമോ? പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇവരിരുന്നേ. എന്ന് വെച്ചാൽ ഈ ബോഡി ഗാർഡ് എന്നുള്ളത് ഏതെങ്കിലും കേസ് അന്വേഷണത്തിലുള്ള ഒരു മറയാണെങ്കിലോ എന്നൊക്കെ ചേച്ചി മേഡം ആ ടീച്ചറിനോട് ചോദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കൂളിനെ പറ്റി എന്തന്വേഷിക്കാനാണ് ഉള്ളത്? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് മേഡം. ടീച്ചർ എന്തായാലും അയാൾ ഇന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനെന്തിനും ശ്രദ്ധിക്കണം? അല്ല, അയാളുടെ നീക്കങ്ങൾ എന്താണെന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു ചെറിയൊരിത്. ശരിയെന്നും പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ ഇരിക്കുന്നു. ഇതിന് ശേഷം നമ്മുടെ വിക്രം പുറത്തിറങ്ങി നിൽക്കുന്നു. ആ ടീച്ചർ ഇങ്ങനെ വിക്രത്തെ നോക്കിയിട്ട് അങ്ങ് പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദയെ തരുൺ വിളിക്കുകയാണ്. ബോഡി ഗാർഡ് വന്നെന്നും അയാളെ ഞാൻ കണ്ടു, സംസാരിച്ചിട്ട് ഇറങ്ങിയത് തുടങ്ങിയ കാര്യമൊക്കെ പറയാം. ഒരു പാവമാണെന്ന് തോന്നുന്നു. എന്താ അയാളുടെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വം എന്നാണ് പറഞ്ഞത്. പക്ഷെ വന്ന ഉടനെ തന്നെ മോൾ അയാളുടെ പേര് മാറ്റി എന്ന് പറഞ്ഞു. പേര് മാറ്റിയെന്നോ? എന്താക്കി? അവൾ കാണുന്ന കാട്ടിലെ രാക്ഷസനാണത്ര ചമ്പൂകൻ. അത് കേട്ടപ്പോൾ അവളും അയാളും തമ്മിൽ ശരിയാകുമെന്ന് തോന്നണില്ല. ഇവിടെ എൻ്റെ കൂടെ തന്നെ അവളെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് വേദ പറഞ്ഞപ്പം താൻ ടെൻഷനാകുമെന്നും വേണ്ട, അവൾ ഓക്കെ ആയിക്കോളും. അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് മാറുമല്ലോ. അതുവരെയുള്ളൊരു താൽക്കാലിക ഏർപ്പാടല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഞാൻ ഇടയ്ക്ക് അവളെ വിളിച്ചോളാമെന്ന് പറഞ്ഞു വേദ. ഓക്കെ ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. വേദ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറി. അപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ വേദയെ കാണാനായിട്ട് വരുവാണ്. മേഡം അപ്പോൾ വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം മേഡം കിட்ட ഫോണിൽ പേശുന്ന ഇതിന് മുന്നാലെ MLA എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവങ്ങളാ വര ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ വേദ ഇരിക്കുന്നു. ആ സമയത്ത് അവരങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ വേദയായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ ദേ നമ്മുടെ വേദയെ ശരിക്കും ചില രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരുടെ ഭീഷണിയൊക്കെ കേട്ട് നമ്മുടെ വേദ ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.